ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിനെ കൃഷിവകുപ്പ് കൈവിട്ടു. ഇവിടെ VFPCKയുടെ ഓഫീസ് പൂട്ടിയിട്ട് മാസങ്ങളായിരിക്കുന്നു. 6 വർഷം മുമ്പ് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് കർഷകർക്ക് നൽകിയിട്ടില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും ന്യായവില ഉറപ്പാക്കാനാണ് VFPCK ആരംഭിച്ചത്. എന്നാൽ ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിൽ VFPCKയുടെ ഓഫീസ് പൂട്ടിയിട്ട് കാലങ്ങളായി. ഇടുക്കിയിലെ ശീതകാല പച്ചക്കറികൾ പൂർണ്ണമായി ഹോർട്ടികോർപ്പ് മുഖേന സംഭരിക്കാൻ 2017 സർക്കാർ തീരുമാനിച്ചത്. സംഭരിക്കുന്ന പച്ചക്കറികളുടെ വില അതാത് ദിവസം കർഷകർക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇങ്ങനെ പച്ചക്കറി നൽകിയ കർഷകരാണ് കടക്കണിയിലായത്. VFPCKയുടെ നമുക്ക് ഇപ്പോൾ സാധനം കൊടുത്തിട്ട് പൈസ ഒന്നും കിട്ടിയില്ല. 80,000 രൂപ കിട്ടാറുണ്ട്. 6 വർഷമായിട്ട് ഇതുവരെ കിട്ടിയില്ല. ഇനി ഈ ഭാഗത്ത് തന്നെ 13 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഈ വെളുത്തുള്ളി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാം. പക്ഷേ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കാബേജ് ഇതൊക്കെ സാധനം മേടിച്ചിട്ട് ഇതുവരെ പൈസ ഇവിടെ ഒരുപാട് ആൾക്ക് കിട്ടാറുണ്ട്. 15,000 കിട്ടാറുണ്ട്, 10,000, 20, 30, 80, 75, 125 ഇങ്ങനെ പല പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയില്ല. വട്ടവട, കാന്തല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് സംഭരിച്ച് VFPCKയുടെ സ്റ്റാളുകൾ വഴി വിറ്റഴിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി 4 റീജിയണൽ മാനേജർമാർക്ക് ചുമതല നൽകി. എന്നാൽ കാന്തല്ലൂരിൽ VFPCKയുടെ ഓഫീസും സംഭരണ കേന്ദ്രവും പൂട്ടിയിട്ട് മാസങ്ങളായി. VFPCK ഉള്ളപ്പോൾ നമുക്ക് നല്ലപോലെ ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് വില കിട്ടിയില്ലെങ്കിൽ പകുതി പൈസ കുറച്ച് തന്നുകൊണ്ടിരുന്ന. ഇപ്പോൾ ഇടയ്ക്ക് മൊത്തം നിന്നുപോയി. അപ്പോൾ അത് കാരണം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വെളുത്തുള്ളി മാത്രം ചെയ്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി തന്നെ തമിഴ്നാട്ടിലാണ് നമുക്ക് കൊണ്ട് വിൽക്കണം. വാങ്ങുന്ന അവിടെ, വിൽക്കുന്ന അവിടെ. കേരളത്തിൽ പോലും സാധനം പോകുന്നില്ല. വിഷരഹിത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് കൃഷിവകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം തകർന്നത്. ഹോർട്ടികോർപ്പിനെ വിശ്വസിച്ച് പച്ചക്കറികൾ നൽകിയ കർഷകർ കടക്കണിയിലുമായി. ഇടനിലക്കാരുടെ ചൂഷണം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാന്തല്ലൂരിലെ കർഷകർ. കാന്തല്ലൂരിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.